യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ അല്ലേ എല്ലാവരും? നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു സമയം കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ വന്ന എല്ലാവരോടും അതിന്റെ ഭാഗമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യു ഹബിലേക്ക് സ്വാഗതം. മൈസെൽഫ് മുഹമ്മദ് സഫാൻ, ഡയറക്ടർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നെറ്റ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെഷനിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് വാട്ട് വി നീഡ് എക്സാക്ട്ലി എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാം, നല്ല രീതിയിൽ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോൺസ് തരാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൻ സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, നമ്മുടെ പേപ്പർ 2 എന്ന് വിശേഷിപ്പിക്കുന്ന നെറ്റ് എക്സാമിനേഷനിൽ, ആ പേപ്പർ 2 ഒന്ന് കൊമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം അതാണ്. ഒന്ന് കൊമന്റ് ചെയ്യും എല്ലാവരും, പ്ലീസ്. കൊമന്റ് ചെയ്താൽ മതി, ചാറ്റ് വെച്ചിട്ട് ഒന്ന് കൊമന്റ് ചെയ്താൽ മതി. ചാറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന് ചാറ്റ് വെച്ചിട്ട് ഒന്ന് കൊമന്റ് ചെയ്യും എല്ലാവരും. നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയാട്ടോ. കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻപുട്സ് അഡീഷണലി കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യൂ, ഒന്ന് കൊമന്റ് ചെയ്യൂ. മലയാളം, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി. ഫൈൻ, ഗുഡ്. ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ? സോഷ്യൽ വർക്ക്, ഫൈൻ, ഗുഡ്. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ടോപ്പിക്കിലോട്ട് ഞാൻ കൊണ്ടുപോവാണ്. നിങ്ങളിൽ മുമ്പ് നെറ്റ് എക്സാമിനേഷൻ എഴുതി പരിചയമുള്ള ആരൊക്കെയുണ്ട്? അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആരാണ്? ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 0 ഇടുക. അതേ സമയത്ത് നിങ്ങൾ 1 അറ്റംപ്റ്റ്, 2 അറ്റംപ്റ്റ്, 3 അറ്റംപ്റ്റ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ ആ നമ്പർ ഒന്ന് എഴുതി വെച്ചേക്ക്. ചില ആൾക്കാർ 10+ അറ്റംപ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിത് പറയാൻ കാരണം, 2023 ഡിസംബറിൽ നെറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വന്ന സമയത്ത് ക്രിസ്റ്റലിൽ പഠിച്ച ഒരു കുട്ടി അന്നാണ് എന്നോട് ഒരു കാര്യം തുറന്നു പറയുന്നത്. സർ, എൻ്റെ 15ാമത്തെ നെറ്റ് എക്സാമിനേഷന് ശേഷമാണ് എനിക്ക് നെറ്റ് കിട്ടുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ജെന്യുവിൻ. അങ്ങനെ എഴുതിയിട്ട് കിട്ടാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. 15ാമത്തെ തവണ എക്സാം എഴുതിയിട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അത് ആ ഒരു എഫേർട്ടും അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഓരോ എക്സാം വരുമ്പോൾ എഴുതണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മെന്റൽ ടെൻഷൻ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അറ്റംപ്റ്റ്, ബിഗിനേഴ്സ് ആണെങ്കിൽ 0 നിന്നിട്ട് വെക്കുക. അതേ സമയത്ത് അല്ലാതെ എക്സാംസ് ഓൾറെഡി എഴുതിയിട്ട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒന്ന് മെൻഷൻ ചെയ്യും. 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. ഇത്രയേ ഉള്ളൂ അല്ലേ? 4 പറയാൻ മടിയായിട്ടാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് 15ന്റെ ഒരു കണക്ക് പറഞ്ഞത്. അദ്ദേഹത്തിന് ക്രിസ്റ്റലിന്റെ ഭാഗമായിട്ട് നെറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സോ ഹീസ് വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഏകദേശം ഒരു ചെറിയ പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കുറെ ആൾക്കാർ നമ്മുടെ ഈ ഒരു സെഷൻ കാണുക എന്നല്ലാതെ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് ബി ജസ്റ്റ് ആൻ ഓഡിയന്റ്. നിങ്ങൾ ഓഡിയന്റ് ആയിട്ട് ഇരിക്കേണ്ടവരല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ടിപ്പും ആവശ്യമുള്ള ചില നെസസിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ സെഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ സെഷന്റെ ഭാഗമായിട്ടിരിക്കുക. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ സെഷന് വിളിച്ചിട്ടുള്ള പേര് എക്സാം ടൈം എന്നുള്ളതാ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ സിമ്പിളാ. ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം, സർ ജൂണിലെ എക്സാമിന്റെ റിസൾട്ട് വരുമോ? ജൂണിന്റെ റീ എക്സാമിനേഷൻ നടക്കുമോ? ജൂണിന്റെ റീ എക്സാമിനേഷൻ ക്യാൻസൽ ആക്കുമോ? ഡിസംബറിലേ ഉണ്ടാവുള്ളൂ എന്നുള്ള പല 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 കൺഫ്യൂഷൻസും കുട്ടികൾക്കുണ്ട്. അപ്പൊ എക്സാം എന്നാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. സോ ഐ തോട്ട് വി കുഡ് ഗോ വിത്ത് വൺ പെർട്ടിക്കുലർ ടോപ്പിക്, എക്സാം ടൈം. ഈ എക്സാം ടൈം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളിപ്പോൾ 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, നിങ്ങൾക്ക് നെറ്റ് കിട്ടിയോ? കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും, JRF ആയിരിക്കും നോക്കുന്നത്. പക്ഷേ ഒരു എക്സാമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർഡ് ആണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. വെൽക്കം ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. നിങ്ങൾ ആത്മാർത്ഥത ആഗ്രഹിച്ച ആൾക്കാരാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞുതരും. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ 6 ടൈംസ് നെറ്റ് ഹോൾഡറാണ്. 6 തവണ നെറ്റ് ഹോൾഡറാണ്. 6 തവണ അറ്റംപ്റ്റ് നടത്തി, 6 തവണ ഞാൻ നെറ്റ് ഹോൾഡറുമാണ്. എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ക്രിസ്റ്റൽ ഇപ്പോൾ ഏകദേശം 2 വർഷമാകുന്നു നെറ്റ് കോച്ചിങ് തുടങ്ങിയിട്ട്. അതിൽ തന്നെ നമുക്ക് 50-ലേറെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കുട്ടികൾ ഒരുപാട് ട്രെയിൻ ചെയ്തതും കുട്ടികളുടെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം ഈ സെഷനിലുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഈ സ്പെഷ്യൽ വെബിനാറിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒരു എക്സാം ടൈം വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ. സോ ഇന്നത്തെ ഡിസ്കഷനിൽ 2 കോർ എലമെന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം,
സ്റ്റുഡൻസ് സാധാരണ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക. 3-4 തവണയൊക്കെ നെറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് നെറ്റ് എക്സാമിനേഷൻ കിട്ടാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുക. അതേ സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, പല ആൾക്കാരുമാകട്ടെ, അവർ പലപ്പോഴും നീ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അതുകൊണ്ടാ കിട്ടാത്തത് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പലപ്പോഴും പറയും. അതൊന്നും വേണ്ട. ഞാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കണ്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് അടുത്ത നെറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ വെറുതെ പൊള്ളയായിട്ട് സർ കുറെ ചെയ്തു, കുറെ ചെയ്തില്ല, ഇനി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാകരുത് നിങ്ങളുടെ പഠനം. കാരണം എക്സാമിനേഷൻ ഈച്ച് ആൻഡ് എവറി ടൈം ഗെറ്റിംഗ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ്, മച്ച് മോർ ടഫർ ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് പേപ്പർ 1 ആകാം, പേപ്പർ 2 ആകും. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ 2 സെറ്റാണ് സർ എന്ന് തോന്നുമെങ്കിലും തോൽക്കുകയാണ് ചെയ്യുക. മാർക്ക് നോക്കിയാൽ മതി. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, അനുഭവമുള്ള ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ സ്റ്റുഡൻസിനോടാ സംസാരിക്കുന്നത്. ഞാൻ ഹിസ്റ്ററിയുടെ ഒരു മെയിൻ ഫാക്കൽറ്റിയാണ്, ക്രിസ്റ്റലിൽ പഠിപ്പിക്കുന്ന ഒരു മെയിൻ ഫാക്കൽറ്റി കൂടി തന്നെ. അപ്പൊ നമുക്കറിയാം പിള്ളേരുടെ ഒരു മനോനില, ഭാവം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ആ ഒരു സെൻസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ സെൻസിൽ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് എത്ര അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാമിനേഷനിൽ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അത് പോരായ്മ തന്നെയല്ലേ? തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റുഡൻസ് വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകളുണ്ട്, ചെയ്യാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാം? ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യ്. സംശയമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ അതിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോവുക. അടുത്ത എക്സാമിനേഷൻ നിങ്ങൾ റാങ്കോട് കൂടെ വന്നിട്ട് ക്രിസ്റ്റലിൽ നിങ്ങൾ വിളിച്ച് അറിയിക്കുക. താങ്ക് യു സർ, അന്നത്തെ ഗൈഡൻസ് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐ ആം നെറ്റ് ക്വാളിഫൈഡ് ഓർ JRF ക്വാളിഫൈഡ് എന്ന് നിങ്ങൾ പറയാം. ആർ യു റെഡി? ആർ യു റെഡി ഓർ നോട്ട്? വേണ്ടേ? അച്ചീവ് നെറ്റ് JRF എന്നാണ് നമ്മുടെ സ്പെഷ്യൽ വെബിനാറിന്റെ ടോപ്പിക് തന്നെ. ഫൈൻ. ഇതിനെങ്കിലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ വെരി ഗുഡ്, എല്ലാവരും ഏകദേശം കമന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഫൈൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് സാധാരണ സ്റ്റുഡൻസ് വരുത്തുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് മിസ്റ്റേക്കുകൾ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് സർ പേന മറന്നു എന്ന് പറയുന്ന മിസ്റ്റേക്കിനെ കുറിച്ചല്ല. നമുക്കൊരു എക്സാമിനേഷൻ ഓൺ ആൻ ആവറേജ് കിട്ടുന്ന മന്തിന്റെ ഡ്യൂറേഷൻ 6 മാസം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 മാസമെങ്കിലും കിട്ടും. ഏറ്റവും ചുരുങ്ങിയത്. ഒരു പക്ഷേ ജൂൺ റീ എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടാവും ഈ സെഷനിൽ, അല്ലെങ്കിൽ ഡിസംബർ 2024 അല്ലെങ്കിൽ ജൂൺ 2025 വരുന്നത്. ആരൊക്കെ തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മുമ്പിൽ ഒരു 5 മാസം എന്തായാലും ഫുള്ള് കിട്ടില്ലേ? അപ്പൊ ആ ഒരു 5 മാസത്തെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകളാണ് നമ്മളിവിടെ എണ്ണി പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും, കാരണം നിങ്ങൾ അത് വൃത്തിക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ഡിസ്ക്ലൈമർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ് മി സ്റ്റാർട്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവില്ല. ആ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് JRF കിട്ടാത്തത്, ആ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെറ്റ് കിട്ടാത്തത്. നമ്മൾ എന്ത് വിചാരിക്കും, നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്തായാലും 2-3 ആഴ്ച ഉണ്ടാവും, അപ്പൊ ആ സമയത്ത് പേപ്പർ 1 അങ്ങ് കുത്തിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ പേപ്പർ 2 കുത്തിരുന്ന് പഠിക്കാം, എക്സാമിനേഷന് പോകാം, എഴുതാം, തോറ്റിട്ട് വരാം എന്നുള്ളതായിരിക്കും ഉത്തരം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10 ലക്ഷം ആസ്പിറൻസ് ആണ് നമ്മളിപ്പോ ഈ സ്കാമും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ NTA ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ 10 ലക്ഷം ആൾക്കാർ നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെറും 5000 വരുന്ന കുട്ടികൾക്കൊക്കെ കിട്ടുന്നുള്ളൂ. ആ 5000-ൽ തന്നെ ഒരു 3000 ആൾക്കാർ എന്തായിരിക്കും, ഓൾറെഡി നെറ്റ് കിട്ടിയിട്ട് JRF പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കുറവാ. അപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് നിങ്ങൾ കയറി ചെല്ലും എന്നുള്ളത്. ആ ഒരു തോട്ട് എപ്പോഴും വേണം. ഈ എക്സാമിനേഷന്റെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 10 ലക്ഷത്തുനിന്ന് 5000-6000 പേരാണ് മാക്സിമം കിട്ടുന്നത് ഓരോ വർഷവും നെറ്റും JRF-ഉം. ആ 5000-6000-ൽ ഞാൻ പെടുമോ? ഞാൻ എഴുതുന്നത് കേരളത്തിലെ പിള്ളേരോട് മാത്രമല്ല, ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാമിനേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു തോട്ട് വേണം. വൺ ഓഫ് ദി ലാർജസ്റ്റ് എക്സാമിനേഷൻ ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് ഇതിന്റെ കേസും കാര്യങ്ങളും നടക്കുന്നത്. 2 ദിവസം മുന്നെയാണ് സുപ്രീം കോടതിയിൽ എന്ത് പോയിട്ടുള്ളത്, ജൂൺ റീ എക്സാമിനേഷന് സ്റ്റേ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹർജി പോയത്.
അതിന്റെ റിസൾട്ട് വരട്ടെ സുപ്രീം കോടതിയുടെ, എന്നിട്ടൊക്കെ ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ജൂൺ റീ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ, ഡിസംബറിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ, ആരാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് മാത്രം ആലോചിക്കുക. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത്, എന്റെ മുമ്പിൽ എത്ര മാസം സമയമുണ്ട്, എത്ര ദിവസം സമയമുണ്ട്. അപ്പൊ ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്ക് വേണം. പ്രോപ്പർ പ്ലാനിങ് ഇല്ലേ, നിങ്ങൾ നെറ്റിൽ ചിലപ്പോൾ ഒതുങ്ങി പോകും, JRF കിട്ടിക്കോണമെന്നുണ്ടാവില്ല. JRF താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. ഫോർ എക്സാമ്പിൾ, എനിക്ക് JRFനോട് വലിയ താല്പര്യമില്ല, കാരണം റിസർച്ച് ഈസ് നോട്ട് മൈ പാഷൻ എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി മതിയായിരുന്നു. ഓക്കെ, ടീച്ചിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് ഞാൻ എക്സാമിന് ട്രെൻഡ് അറിയാൻ വേണ്ടി കിട്ടിയിട്ടുള്ള 4-5 നെറ്റും ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മിസ്സാകും എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇന്നിപ്പോ ബുധനാഴ്ച, ഇന്ന് നിങ്ങൾ പഠിച്ചു, നാളെയും പഠിച്ചു, വെള്ളിയാഴ്ച ലീവ് എടുക്കാം, ശനി ലീവ് എടുക്കാം, നാളെ ഞായറല്ല, ഒന്നുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് തിങ്കളാഴ്ച റേസ് ചെയ്യാം എന്നുള്ള തോട്ട് ഉണ്ടാവും പ്ലാനിങ് ഇല്ലെങ്കിൽ. അതായത് നമ്മൾ അപ്പോൾ ഉണ്ടാക്കുന്നതല്ല പ്ലാനിങ്, നമ്മൾ കുറച്ച് മുന്നേ ചെയ്യണം. ഓക്കെ, ഇന്ന് എനിക്ക് ആൻഷ്യന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് സിവിൽ സർവീസിന്റെ പിള്ളേർക്ക് ഒരു മെന്റർഷിപ്പ് ഉണ്ടായ സമയത്ത് ഞാൻ അവർക്ക് 11 ദിവസത്തെ ഒരു ഷെഡ്യൂൾ അങ്ങ് കൊടുത്തു, ടോപ്പിക്സും കാര്യങ്ങളും വെച്ചിട്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, 12ാം ദിവസം നമുക്കൊരു ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. എനിക്ക് എന്തുകൊണ്ട് അത് 20ാം ദിവസം വെച്ചുകൂടായിരുന്നു? ഞാൻ വെക്കാത്തതിന്റെ റീസൺ, 11 ദിവസം അവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് 12ാം ദിവസം അവർക്ക് എക്സാമിനുള്ള ബോധ്യമുണ്ട്. അപ്പൊ അവര് 3ാം ദിവസം അവർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, 4, 5 ഒക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സാമിനേഷനിൽ മാർക്ക് കുറയും. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഒരു കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു ഒരാഴ്ചത്തെ പ്ലാനെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം, എനിക്ക് തീർക്കാൻ പറ്റും എന്നുള്ളത്, ഇത്രയും ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അത് സ്ലോ ആയാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പ്രോപ്പർ പ്ലാനിങ് വേണം. അതില്ലാത്തത് ഒരുപാട് പിള്ളേരുടെ സക്സസിനെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. എനി കൊമന്റ്സ് ഓൺ ദിസ് പെർട്ടിക്കുലർ തിങ്? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് വല്ല വിയോജിപ്പുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫീൽഡിലൂടെ പ്രിപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിലൊരു ചാറ്റ് ഞാൻ ഇപ്പോൾ കണ്ടു, JRF ക്രാക്ക് ചെയ്യാൻ ആണ് ആഗ്രഹം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ദ പോയിന്റ് ഇസ് ദാറ്റ്, നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളാണോ അല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. മറ്റൊന്നാണ് സിലബസിനെ ഇഗ്നോർ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിള്ളേർക്ക് പലപ്പോഴും അറിയില്ല, സർ നെറ്റ് എക്സാമിനേഷൻ അത് പഠിക്കാണ്ടോ, ഇത് പഠിക്കാണ്ടോ. ഇത് എവിടെ ഏറ്റവും കൂടുതൽ വരിക അറിയാം? പേപ്പർ 1-ല്. കാരണം നല്ലൊരു ശതമാനം ആൾക്കാർ നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ആയതിന്റെ പ്രധാനപ്പെട്ട റീസൺ, പേപ്പർ 1 വൃത്തിക്ക് നോക്കുന്നില്ല എന്നുള്ളതാ. നിങ്ങൾ പറയും, സർ ഞാൻ കൊമേഴ്സ് ആയിരുന്നു സർ, എൻ്റെ ഗ്രാജുവേഷൻ, എൻ്റെ PG, ഞാൻ ആ സബ്ജക്റ്റ് നല്ലപോലെ പഠിക്കും. നിങ്ങൾ പഠിച്ചോ, നിങ്ങളുടെ കഴിവുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ ഈ 4 കൊല്ലമോ 5 കൊല്ലമോ പഠിച്ചിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് നോളജ് ചിലപ്പോൾ നമ്മളെ സഹായിച്ചെന്ന് വരില്ല. അപ്പൊ അവിടെ നമ്മൾ എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. അതിന് നമുക്ക് സിലബസ് ഇമ്പോർട്ടൻ്റാ. സിമിലർലി നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമുക്ക് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പൊ പേപ്പർ 1 ജനറൽ പേപ്പർ ആണെങ്കിലും അതിൽ 10 യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് സിലബസ് വെച്ച് പഠിച്ചാലേ നമുക്കതിലൊരു 80 മാർക്സ് എങ്കിലും 80 മാർക്കെങ്കിലും നമുക്ക് നേടാൻ പറ്റുള്ളൂ. 80 മാർക്കെങ്കിലും നേടാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം മക്കളെ നിങ്ങൾ ഒരു JRF നിങ്ങൾക്ക് അഷ്യൂർഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നേരത്തെ ആരും ചോദിച്ചില്ല JRF കിട്ടാൻ എന്താ വേണ്ടത്? പേപ്പർ 1-ൽ 80 മാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്നും ഉറപ്പിച്ച് നോക്കിക്കേ. എന്താ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് JRF കിട്ടുമെന്ന് പറയാം? ഔട്ട് ഓഫ് 100-ൽ 100 മാർക്കിൽ പേപ്പർ 1 നിങ്ങൾക്ക് 80 മാർക്കിനും കിട്ടുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഗായ്സ്, നിങ്ങൾക്ക് JRF കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. നിങ്ങൾക്ക് 60 മാർക്കാണ് കിട്ടുന്നത്, നെറ്റ് പോലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം പേപ്പർ 1-ഉം പേപ്പർ 2-ന്റെയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതിന് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം സിലബസിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും ശ്രമിക്കുക. സോ സിലബസ് മിസ്സാക്കരുത്. നിങ്ങളുടെ സബ്ജക്റ്റ് കൊമേഴ്സ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, മലയാളം ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? സിലബസ് വെച്ചിട്ട് പഠിക്കുക, അതിനാണ് സിലബസ് എന്നിരിക്കുന്നത്. അപ്പൊ സിലബസ് മിസ്സാക്കരുത്. മൂന്നാമത്തെ കാര്യം, ടൈം മാനേജ്മെന്റ്. നമ്മുടെ ആ പ്രോപ്പർ പ്ലാനിങ്ങിന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരേണ്ട കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കും, സർ എല്ലാ ദിവസവും ഞാൻ ഒരു 3, 4, 5 മണിക്കൂറൊക്കെ പഠിക്കും എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. സ്വാഭാവികമാണ്, അപ്രീഷിയേറ്റ്, ഗുഡ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, ഇത് ഏതൊക്കെ സമയത്താണ്? അപ്പൊ പറയും, ചിലപ്പോൾ സർ രാവിലെ, ചിലപ്പോൾ രാത്രി, ചിലപ്പോൾ സർ ഒരു ദിവസം ഉച്ച, അങ്ങനെ പറയും. അത് വേണ്ട.
പ്രോപ്പർ പ്ലാനിങ്ങിലോട്ട് വരുന്ന ഒരു എലമെന്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസി വേണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ 8:30 വെച്ചത്? രാത്രിയിൽ കുറെ ആൾക്കാർ ഫ്രീ ആകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സെഷൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ടൈമിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നേരത്തെ എണീക്കുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ ജോലിക്കോ മറ്റു പർപ്പസിനോ വീട്ടിൽ നിന്നും ദിവസേന പുറത്തു പോകുന്ന ആളാണ്, റെഗുലർ എംപ്ലോയി ആയിട്ട് പോകുന്ന ആളാണെങ്കിൽ അതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ റിവിഷന് വേണ്ടിയ സമയം മാറ്റി വെക്കും. നിങ്ങൾ നമ്മുടെ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനൽ നോക്കുക. ഞാൻ ഈ ടൈം മാനേജ്മെന്റിനൊക്കെ കുറച്ച് ഷോർട്സ് വീഡിയോ ഉണ്ട് അതിൽ. എങ്ങനെ ടൈം മാനേജ്മെന്റ് പറയണം, എങ്ങനെ നമ്മൾ എഫക്റ്റീവ് ടൈമിന് മാറ്റി വെക്കണം, റിവിഷന് മാറ്റി വെക്കണം എന്ന് പറയുന്ന ഷോർട്സ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കിയാൽ മതി. അത്യാവശ്യം നിങ്ങൾക്ക് വെൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റർ ആണ് ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനൽ എന്നുള്ളത്. മേ ബി ഐ ക്യാൻ ഷോ യു ലേറ്റർ, ഞാനത് വഴി ഓൺ ദ വേ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിലുണ്ടായിരിക്കുക. ടൈം മാനേജ്മെന്റ് സംതിങ് വെരി സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത്. നിങ്ങൾ ടൈം ഇല്ലാതെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്താൻ തീരുമാനിച്ചോ, പൊട്ട പാളീസായി മാറും മക്കളെ. ഞാനിത് ഞാനായിട്ട് പറയുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്കൊരു അഭിപ്രായം പറഞ്ഞതാ? നിങ്ങൾ ഒന്നിലേറെ തവണ നെറ്റ് എക്സാമിനേഷൻ എഴുതുകയും നെറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് നിങ്ങൾ കാണുന്ന പ്രശ്നം എന്താ? ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞിറങ്ങുമ്പോഴും ഒന്നുകൂടെ നന്നാക്കി പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ള തോട്ട് പലപ്പോഴും നമുക്ക് വരാറില്ലേ? നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോമെന്റ് ചെയ്യോ കേട്ടോ. അതാണ് പ്രശ്നം. അതിന്റെ ഒരു റീസൺ കൃത്യമായിട്ട് നമ്മൾ ടൈം മാനേജ്മെന്റ് കൊടുക്കാത്തതുകൊണ്ടാ. ഫൈൻ, യാ, വൺ comment is there. അതെ, അതാണ് പ്രശ്നം. എനിക്കറിയാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾക്കും അറിയാം അതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അല്പം കൂടാൻ പറ്റിക്കൊണ്ടുണ്ടാവില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം. പിന്നെ പേപ്പർ 1നെ നിങ്ങൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ശതമാനം ആൾക്കാരും നെറ്റ് കിട്ടാത്തതിന്റെ റീസൺ പേപ്പർ 1 നെഗ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നെഗ്ലക്ട് ചെയ്യല്ലേ, തോറ്റു പോകും. 80 മാർക്ക് കിട്ടുന്നില്ലേ, JRF കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ആ ലെവലിൽ ഇതിന് ഇമ്പോർട്ടൻസ് ചെയ്യുന്നതിന് സോറി, ഞാനൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, പേഴ്സൺ ആണ്. നിങ്ങൾക്ക് കൺസെഷൻ ഉണ്ടാവുമല്ലോ ഡെഫിനറ്റ്ലി. അല്ല, അപ്പൊ ഞാൻ ഒരു തവണ നെറ്റ് എഴുതിയിട്ടുള്ളൂ, അതാണ് റദ്ദാക്കപ്പെട്ടത്. അപ്പം നമ്മളിപ്പോ സെക്കൻഡ് ടൈം ഇപ്പൊ എഴുതുമ്പോൾ എത്ര ഇത് നമുക്ക് വേണ്ടി വരും മാർക്ക്? അത് നിങ്ങൾക്ക് സാധാരണ ഇപ്പോ ഞാൻ ജനറലി പറയാം, കാരണം നമുക്ക് അത് ഒറ്റയടിക്ക് പറയുന്ന ഒന്നല്ലല്ലോ ബാസിത്തെ. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് 300-ല് 200 മാർക്ക് വേണം JRF കിട്ടാൻ എന്ന് വിചാരിക്കുക ഒരു ജനറൽ കാറ്റഗറിക്കാരന്. അത് OBC-കാരന് വരുന്നത് 195 194 ആയിരിക്കും. SC/ST വരുന്നത് അതൊരു 190 159 ഒക്കെ ആയിരിക്കും. അതേ സമയത്ത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ബാസിത്തിനെ പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 175 വരെ ആയിരിക്കും. ഒരു 20 മാർക്കിന്റെ ഡിഫറൻസ് ഒക്കെ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പഠിക്കണം, അവിടെയും പഠിക്കാതിരുന്നൊരു കാര്യമൊന്നുമില്ല. ഓക്കെ സാർ, അപ്പൊ പഠിക്കുന്നുണ്ട് സാർ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിലായതുകൊണ്ട് ആ ഒരു ഒന്ന് നോക്ക് കേട്ടോ. ബാസിത്ത് ഏതാ മെയിൻ സബ്ജക്ട് വരുന്നത്? ഞാൻ കൊമേഴ്സ് ആണ്. കൊമേഴ്സ്, ഓക്കെ, ഫൈൻ ഫൈൻ, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗായ്സ്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പേപ്പർ 1നെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. പേപ്പർ 1 നിങ്ങൾ കൃത്യമായിട്ട് അറ്റംപ്റ്റ് പഠിക്കുക ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മാത്സ് ബുദ്ധിമുട്ടാകാം, റീസണിങ് ബുദ്ധിമുട്ടാകാം, പല ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഇത് എവിടെന്നാ എന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഒരിക്കലും പേപ്പർ 1 നെഗ്ലക്ട് ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകും. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, അത് നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, റിയാലിറ്റി അതായതുകൊണ്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞതിനോട് നിങ്ങൾ ആരെയും വിയോജിക്കുന്നുണ്ടോ? പേപ്പർ 1 നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇറക്കി. നിങ്ങൾ ആർക്കെങ്കിലും അതിനോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, ഓർ യു ആർ സപ്പോർട്ടിങ് മീ. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലേ, അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം ഈ എക്സാമിനേഷൻ എഴുതി അത്യാവശ്യം പരിചയമുണ്ട്, കുറെ പിള്ളേർ പഠിപ്പിച്ച് കുറെ പിള്ളേർ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഐ എം സെയിങ്. ഓക്കെ, അപ്പൊ അതൊരിക്കലും മിസ്സാക്കരുത്. പിന്നെ നിങ്ങൾ ഇത്രയും സിലബസ് ഉണ്ടായി, പ്രോപ്പർ പ്ലാനിങ് ആയി, പേപ്പർ 1 പഠിച്ചു, ഇതൊന്നും ഉപകാരപ്പെടൂല നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ.
സോ വിത്തൗട്ട് പ്രാക്ടീസ് ഇതൊന്നും ഉപകാരപ്പെടില്ല. അപ്പൊ പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പേപ്പർ 2 കൊമേഴ്സ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, മലയാളം ആവട്ടെ, വാട്ട് എവർ അതർ സബ്ജക്ട്സ് ആർ ദർ, ഏകദേശം ഒരു 100+ സബ്ജക്റ്റുകൾ ടോട്ടലി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും പേപ്പർ 1 ഉണ്ടല്ലോ, പ്ലസ് എല്ലാവരും എന്ത് ചെയ്യണം, ഇത് പ്രാക്ടീസ് ചെയ്തിട്ടേ പരീക്ഷ ഹാളിൽ പോകാൻ പറ്റുള്ളൂ. ഹിസ്റ്ററിയിൽ ഒരു ബ്യൂട്ടിഫുൾ ചൊല്ല് പറയാറുണ്ട്, നിങ്ങൾ എത്രമാത്രം ട്രെയിനിങ് ഗ്രൗണ്ടിൽ വിയർക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ രക്തച്ചൊരിച്ചിൽ യുദ്ധക്കളത്തിൽ കുറഞ്ഞു കിട്ടും എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ എത്ര മിസ്റ്റേക്ക് വരുത്തിക്കോട്ടെ, എത്ര അടി കിട്ടിക്കോട്ടെ, എത്ര ചീത്ത കിട്ടിയോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് നമ്മൾ ആ എക്സാം ഹാളിൽ, നമ്മൾ എക്സാം ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ എക്സാം ഹാളിൽ വന്നിട്ട് ഇരുന്നിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ആ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ അപകടങ്ങൾ അവിടെ സംഭവിക്കാൻ പാടില്ല, കൂടുതൽ നെഗറ്റീവ്സ് വരാൻ പാടില്ല. നെഗറ്റീവ്സ് ഇപ്പോൾ ഇല്ല, ഫോർച്ചുനേറ്റ്ലി കേട്ടോ. അടുത്ത റിഫോം കമ്മിറ്റി വെച്ചിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റിയുടെ റിഫോം വരും, NTA റിഫോംസ്. അപ്പോൾ ഒരു പക്ഷേ ഡിസംബറിൽ എക്സാമിനേഷനോ അല്ലെങ്കിൽ ജൂൺ എക്സാമിനേഷനോ ഒക്കെ മിക്കവാറും എന്തായിരിക്കും, നെഗറ്റീവ്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നോട്ട് ഷുവർ, ബിക്കോസ് ഐ എം നോട്ട് NTA, ഐ എം നോട്ട് UGC, ഐ എം നോട്ട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ ദർ ഇസ് എ ചാൻസ്, പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളയുന്നില്ല. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രാക്ടീസ് ഇല്ലേ നിങ്ങൾ പരാജയപ്പെടും. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എവിടുന്നെങ്കിലും ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യലല്ല, മറിച്ച് നെറ്റ് എക്സാമിനേഷന് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചെയ്യുന്നത് പോലെ ആയിരിക്കും മക്കളെ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ. ഇനി മറ്റൊന്നാണ് റിവിഷൻ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന യൂട്യൂബിൽ ഷോർട്സിൽ നോക്കുക, എൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വെച്ചിട്ടുള്ള ലെസ് 1 മിനിറ്റ്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിവിഷൻ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് എന്നുള്ളത്. കുറെ കുട്ടികൾ എല്ലാ ദിവസവും പഠിച്ചു പോകും, പക്ഷെ റിവൈസ് ചെയ്യുന്നില്ല. എന്താ അതുകൊണ്ട് കാര്യം? ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റണ്ടേ. ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരു 100 പേജിന്റെ ഒരു പുസ്തകമാണ് നെറ്റ് എക്സാമിനേഷന് പഠിക്കാനുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ തീരുമാനിച്ചു 10 ദിവസം കൊണ്ട് ഇത് വായിച്ചെടുക്കും. അപ്പൊ 10x10 ആ രീതിയിൽ വായിച്ചെടുക്കുന്നു. പക്ഷെ ഒരാള് 10 ദിവസം ഇത് ഫുള്ളൊന്ന് വായിച്ചു കൊണ്ടുപോയി, 10 ദിവസം ടൈം ഉണ്ടായിരുന്നുള്ളു. അയാൾ അത് വായിച്ചിട്ട് ആ ബുക്ക് ബേസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷന് ഇരുന്നു. അതേ സമയത്ത് മറ്റൊരു വ്യക്തി 100 പേജുണ്ട്, 10 ദിവസമുണ്ട്. പുള്ളിക്കാരൻ ആകെ വായിച്ചത് 7 ചാപ്റ്റർ, അതായത് 70 പേജാണ് വായിച്ചത്. ബാക്കി 30 മിസ്സാക്കി. പരീക്ഷ നടത്തുന്ന സമയത്ത് ഇവരിൽ 2 പേർക്കും ആർക്കായിരിക്കും സ്കോർ കൂടാൻ ചാൻസ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ തോന്നുന്നു നമുക്ക് ഇയാൾ ഫുള്ള് വായിച്ചിട്ടില്ല, അപ്പോൾ ഹൈ ചാൻസ് ഉണ്ടെന്ന്. അല്ല, ഇയാൾക്കാണ് കൂടുക. കാരണം ഇയാൾ 7 ദിവസം പഠിക്കുകയാണെങ്കിൽ ബാക്കി 3 ദിവസം അത് റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ആളാണ്. So it's not like you are reading more pages or more topics. It's most importantly how much qualitatively you are learning എന്നുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റിയേക്കാളും ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പോയിന്റ് ഓർത്ത് വെക്കുക കുട്ടികളെ. റിവിഷന് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ എത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടും ഞാൻ ഇന്ന ആളുടെ ഇന്ന ബുക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നെവർ. പിന്നെ അടുത്തൊരു കാര്യം നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഞാൻ പേഴ്സണലി ആരെയും കുറ്റം പറയല്ല. പക്ഷെ പല കുട്ടികളോടും ഞാനിപ്പോൾ ചോദിക്കും, ഞാൻ ഹിസ്റ്ററിയുടെ ഒരു ഫാക്കൾട്ടി ആയതുകൊണ്ട് തന്നെ ചോദിക്കും, ഹിസ്റ്ററി എങ്ങനെയുണ്ട് സബ്ജക്റ്റ് പൊതുവെ ചോദിക്കും. എനിക്ക് അത്യാവശ്യം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് പലപ്പോഴും നെറ്റ് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ നടത്തിയുള്ള കുട്ടികളുടെ അവസ്ഥയായിട്ടാണ് പറയുന്നത്. അതേ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ സെക്കൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരാളുണ്ട്. അയാൾക്ക് അവസാനം നെറ്റ് കിട്ടുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PGയിലെ സെക്കൻഡ് റാങ്ക് ഹോൾഡറാ, കിട്ടുന്നില്ല. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഒരു ചെറുതായിട്ട് ഈഗോ അടിക്കൊന്നുമല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കൊരു ധാരണ ഉണ്ടാവും. നമ്മൾ ഡിഗ്രി 3 വർഷം പഠിച്ചില്ല സർ, 2 വർഷം PG പഠിച്ചില്ല സർ, അത്യാവശ്യം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് ഉണ്ട്. പക്ഷെ അതുപോലെയല്ല ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ആൻസർ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച്, ഒരു പക്ഷെ നിങ്ങൾക്ക് കോണ്ടന്റിന് ആവശ്യം വരില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ആവശ്യം വരും.
അങ്ങനെ പല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കേട്ടോ, ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ നെഗറ്റീവ് മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റി വെക്കണം. എനിക്ക് അറിയാമെന്നുള്ളൊരു മൈൻഡ് സെറ്റും, അല്ലെങ്കിൽ എനിക്കിത് അറിയില്ലല്ലോ, എനിക്കിത് പറ്റുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഈ മാത്സിന്റെ വിഷയമൊക്കെ വരുന്ന സമയത്തെ എനിക്കിത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണതയും നിങ്ങൾക്ക് വരാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് മാത്സ് പോലുള്ള വിഷയങ്ങൾ നമുക്ക് പേപ്പർ 1-ലുണ്ട്. അപ്പൊ പേപ്പർ 1-ലുള്ള ആ വിഷയങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മാത്സ് അറിയില്ല എന്നല്ല, മാത്സ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് വരെ എങ്ങനെ പഠിക്കാം, ബേസിക്സ് ടു അഡ്വാൻസ് ലേണിംഗ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ആലോചിച്ചിട്ട് അതിന്റെ സോഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അതനുസരിച്ച് വൃത്തിക്കൊന്ന് പഠിച്ചു നോക്കിക്കേ. ഒരു 4-5 ദിവസം നിങ്ങൾ മാത്സിന് കൊടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് മാത്സിൽ 6-ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് മാത്സിന്റെ പേടി അങ്ങ് പോയി കിട്ടും. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. നമ്മൾ അതുമായിട്ട് ഇരിക്കാത്തത് കൊണ്ടല്ല നമുക്ക് പേടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് അതുമായിട്ട് കൃത്യമായിട്ട് ഇരുന്നിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഡെഫിനറ്റ്ലി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ മെയിൻ സബ്ജക്ട് എടുത്ത് ആലോചിച്ച് നോക്ക്. ഒരു പക്ഷെ തുടങ്ങിയപ്പോൾ നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് കുറെ അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കുറെ കാലം നമ്മൾ അത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് നെറ്റ് എക്സാമിനേഷൻ കിട്ടാൻ 5 മാസം മോർ ദാൻ സഫീഷ്യൻ്റാ. അത് ഞാൻ പറയാൻ കാരണം ക്രിസ്റ്റലിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3-4 പേർക്ക് നെറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബർ എക്സാമിനേഷനിൽ. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പിള്ളേർ, അതും ഡിസ്റ്റന്റ് ആയി പഠിച്ചിട്ടുള്ള നമ്മുടെ ഷിഫാന ടീച്ചർ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരിപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ദ പോയിന്റ് ഇസ് ദാറ്റ് പറ്റാത്തതൊന്നും അല്ല, നമുക്ക് അതിനൊരു ടെൻഡൻസി വേണം. അപ്പൊ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. അതേപോലെ ജൂൺ റീ എക്സാമിനേഷനിൽ പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഡിസംബർ സൈക്കിള് നെഗറ്റ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഞാൻ ജൂൺ ഒന്ന് മര്യാദക്ക് നോക്കട്ടെ എന്നിട്ട് ഡിസംബർ നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡും വേണ്ട. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നെറ്റ് JRF ക്ലിയർ ചെയ്യുക എന്നുള്ള. അത് ജൂൺ ആയാലും ഡിസംബർ ആയാലും. അപ്പൊ അതിനെ നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക. കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടെ, ഓവർ കോൺഫിഡൻസ് വെക്കല്ലേ തൽക്കാലം. ഓവർ കോൺഫിഡൻസ് വെച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ ഈ എക്സാമിനേഷനിൽ. കാരണം ഞാൻ പറഞ്ഞ പ്രൊപ്പോർഷൻ ആലോചിക്കുക, 10 ലക്ഷം പേരിൽ 5000 മുതൽ 6000 പേര് മാക്സിമം. അതിലൊരു 3000 വരുന്ന ആൾക്കാർ ഓൾറെഡി നെറ്റ് കിട്ടിയവരൊക്കെ ആയിരിക്കും, വീണ്ടും JRFന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബാക്കി 3000 പുതുതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ പെടുമോ എന്നുള്ളത് എപ്പോഴും നമുക്ക് ആലോചന ഉണ്ടാവണം. അപ്പൊ ഓവർ കോൺഫിഡൻസ് വേണ്ട എന്ന് കരുതിയിട്ട് പേടിക്കും വേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭയം വേണ്ട, അല്ലെ? ജാഗ്രത മതി എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കേരളക്കാർ കേട്ട് തുടങ്ങിയിട്ടുണ്ട്, പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ജാഗ്രത മതി. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കൽ അപ്രോച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം. സുപ്രീം കോടതിയുടെ സ്റ്റേ ഓർഡർ സുപ്രീം കോടതി പറയണം. ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ചാറ്റിനുള്ള റെസ്പോൺസ് ആണ് കേട്ടോ. അത് സുപ്രീം കോടതി പറയട്ടെ. എൻ്റെ അടുത്തല്ലല്ലോ ആ ഒരു ഓപ്ഷൻ ഉള്ളത്. സുപ്രീം കോടതി പറയട്ടെ. നത്തിങ്. നോ ഫർദർ അപ്ഡേറ്റ് സോ ഫാർ. സുപ്രീം കോടതി നെറ്റ് എക്സാമിനേഷൻ സ്റ്റേ ചെയ്തിട്ടില്ല. നീറ്റ് എക്സാമിനേഷൻ ആണ് വേണ്ടെന്ന് വെച്ചത് കേട്ടോ. അതിന്റെ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഓക്കെയാണോ ഗൈസ്? പ്രിപ്പറേഷനിൽ നമ്മൾ വരുത്തുന്ന കുറെ മിസ്സിങ് കാര്യങ്ങളാണ്. സിലബസ് കൃത്യമല്ലാതെ, പ്ലാനിങ് ഇല്ലാതെ, ടൈം മാനേജ്മെന്റ് ഇല്ലാതെ, പേപ്പർ 1 മര്യാദക്ക് നോക്കാതെ, പ്രാക്ടീസ് ഇല്ലാതെ, റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് അവസാനം ഓവർ കോൺഫിഡൻസോടുകൂടെ പരീക്ഷ എഴുതി തോറ്റു വരുന്ന സമ്പ്രദായം അത് അവസാനിപ്പിക്കേണ്ടത് നമുക്ക്. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, യെസ്, ഗുഡ് കമന്റ്സ്. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇസ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഞാൻ പറയുള്ളൂ. കൃത്യമായിട്ട് കേൾക്കുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഈ എക്സാമിനേഷന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്രയേ ഉള്ളൂ. പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഒന്ന്, നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ആ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞില്ലേ, 7 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള ഷെഡ്യൂളെ ഉണ്ടാക്കാവൂ. നിങ്ങൾ ഷെഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഷെഡ്യൂൾ കാണിച്ചു തരാം. വെറുതെ നിങ്ങളുടെ മുമ്പിലെ ഒരു ഷെഡ്യൂളിന്റെ മെത്തേഡ് കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ ഗൈസ്? ഗീവ് മി റെസ്പോൺസ്. ഫൈൻ, ഓക്കെ, ഗുഡ്. ഇത് നമ്മളുടെ ക്രിസ്റ്റലിൽ നടക്കുന്ന മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പൊ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന
പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ ഒരു സെൽഫ് സ്റ്റഡിയുടെ ഒരു ടൈം ടേബിളാണ്, ഒരു ഷെഡ്യൂളാണ്. അപ്പോൾ അതിൽ യൂണിറ്റ് 1 അവർ ഇത്രയും ടോപ്പിക്സ് അവർക്ക് പഠിക്കാനുണ്ട്, യൂണിറ്റ് 2 അത് പഠിച്ചതിന്റെ വാച്ച് സ്റ്റാറ്റസ് വീഡിയോ കാണാനുണ്ട്, അവർക്ക് അതിന്റെ റിവൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഷെഡ്യൂൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഹിസ്റ്ററിക്ക് കൊടുക്കുന്നുണ്ട്, കൊമേഴ്സ് ഉണ്ട്, മലയാളം ഉണ്ട്, പേപ്പർ 1, ഇതൊക്കെ നമ്മൾ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവർക്കൊരു ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 50 to 55 ടോപ്പിക്കുകൾ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് പഠിക്കാനുണ്ടെന്ന് ചുരുക്കം. അപ്പോൾ ഇതൊരു ഷെഡ്യൂളാണ്, ഇത് ഡീറ്റെയിൽഡ് ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഷെഡ്യൂളാണ്. ആ ഷെഡ്യൂള് അല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരാണെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷെഡ്യൂള് നിങ്ങൾ ആസ് സച്ച് ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ നല്ല എക്സ്പെർട്ട് ആണെങ്കിൽ ചിലപ്പോൾ പേപ്പർ 1 എടുത്താൽ മതിയാവും. അതേ സമയത്ത് അല്ല, നിങ്ങൾക്ക് സർ എനിക്കൊരു റിസ്ക് എടുക്കാൻ ചാൻസ് ഇല്ല, എനിക്ക് അടുത്ത എക്സാമിനേഷൻ ഞാൻ ജൂണിൽ റീ എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഡിസംബർ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പക്ഷെ എനിക്ക് അതിൽ കിട്ടിയേ പറ്റൂ, എനിക്കത് നിർബന്ധമാണ് എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുക. നല്ല ക്ലാസ്സസും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുക. കാരണം നിങ്ങൾക്ക് തോറ്റ് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ വർത്താനം പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, റിസ്ക് ഇല്ലാതെ കുറച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന രൂപത്തിലോട്ട് കോച്ചിങ് ക്വാളിറ്റേറ്റിൽ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അത് അന്വേഷിക്കുക. പക്ഷെ ഏത് അന്വേഷിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം, ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് മിനിമം ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ കോംപ്രഹെൻസീവ് ആയിട്ട് വേണ്ട, നിങ്ങളൊരു 7 to 10 days മാക്സിമം വെച്ചാൽ മതി. ഒരാഴ്ചത്തെ ടൈം ടേബിൾ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക. അതിന്റെ മെച്ചം എന്താ വെച്ചാൽ ഒരാഴ്ച ആകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ഒരാഴ്ച കൊണ്ട് എത്രയും പഠിച്ചല്ലോ. മറ്റേ നമ്മുടെ മെന്റാലിറ്റിയെ കുറച്ച് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓ, ഇനി ഒരുപാട് പഠിക്കാണ്ടല്ലേ, അപ്പൊ ടെൻഷൻ കയറും. അപ്പൊ ടെൻഷൻ കയറുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പറയും അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, അപ്പൊ നെഗറ്റീവ് അടിക്കും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുള്ള. അപ്പൊ അത് ഒഴിവാക്കുക. അതിന് ചെറിയ ഷെഡ്യൂൾ ഉണ്ടാക്കുക, ഒരു 7 to 10 days ഷെഡ്യൂൾ ഉണ്ടാക്കുക മാക്സിമം. കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യുന്ന രൂപത്തിലോട്ട്. അത് പേപ്പർ 1 ആകാം, പേപ്പർ 2 ആകാം. ഓക്കെ. എന്നിട്ട് അതിന് കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പേപ്പർ 1 വെച്ചിട്ട് പറഞ്ഞുതരാം, കാരണം ജനറൽ ടോപ്പിക്കാണ്. നിങ്ങൾ പേപ്പർ 1 നിങ്ങൾക്ക് 10 യൂണിറ്റ് പഠിക്കാണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു യൂണിറ്റ് പഠിക്കാൻ നിങ്ങൾ 4 ദിവസം കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു 4 ദിവസം കൊടുക്കുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കാം. ഓക്കെ. കാരണം ക്രിസ്റ്റൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എപ്പോഴും ഞാൻ എടുക്കാറുള്ളത്. ടീച്ചിങ് സംതിങ് വെരി പാഷനേറ്റ് ഫോർ മീ, ദാറ്റ്സ് വൈ ഞാൻ തന്നെ എടുക്കാറുള്ളത്, അതിൻ്റെ എല്ലാ ഭാഷകളും പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പഠിച്ചു കൊടുക്കുന്നത് ബേസിക്സ് ഓഫ് ടീച്ചിങ്ങിന്റെ മേജർ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഒന്നാമത്തെ മേജർ കോൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. രണ്ടാമത്തത് അതിൽ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ടീച്ചിങ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ടെക്നോളജി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും, PYQസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. നമ്മുടെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാം. ക്രിസ്റ്റലിൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഈ എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്, യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ വരുന്ന വീഡിയോസ്, പ്രത്യേകിച്ച് പേപ്പർ 1 എല്ലാവർക്കും യൂസ്ഫുൾ ആകും ഒരുപോലെ. പിന്നെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും വരും, അതും മിസ്സാക്കാതെ കാണാനും ശ്രമിക്കാം. അപ്പോൾ 5 ദിവസത്തേക്കുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ 5 ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ 5 എഴുതി വെച്ചു ടോപ്പിക്സ്. എന്നിട്ട് നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ഇട്ടാൽ മതി, ഞാനിത് പഠിച്ചോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ആ കണ്ടില്ലേ, വീഡിയോ സ്റ്റാറ്റസ് കണ്ടോ ഇല്ലേ, റിവൈസ്ഡ് ഓർ നോട്ട് ഇല്ലേ, കണ്ടോ ഇല്ലേ, അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. എന്നാൽ നമുക്ക് ടിക്ക് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്കും ഒരു പ്രോസസ്സ്, നമുക്കും ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കും ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ടൈം കൊടുക്കുക എന്നുള്ള. നിങ്ങൾ പകല് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ശ്രമിക്കുക. പകല് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പകൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ പഠിച്ചിട്ട് രാത്രി കുറച്ച് ഫ്രീ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ കൊടുക്കുമ്പോൾ 2 സബ്ജക്റ്റ് ഉള്ളത്, പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്നതാണ്, പക്ഷെ പേപ്പർ 1 സ്പെസിഫിക് ആയിട്ടുള്ള ടൈം കൊടുത്തിരിക്കുക കുറച്ചെങ്കിലും പഠിക്കാൻ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്രിസ്റ്റലിൽ ഇപ്പോൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് വരുമ്പോൾ സമയത്ത് ഞാൻ പിള്ളേരുടെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണെന്ത്, നിങ്ങൾ ക്ലാസ് നോട്ട്സ് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ അല്ലാത്ത നോട്ട് വായിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ അതിനുവേണ്ടി ഉപീന്ദർ സിംഗിന്റെ വലിയ ഗ്രന്ഥങ്ങളൊന്നും വായിക്കണം എന്ന് പറയുന്നില്ല. ആ നോട്ട്സ് ഒക്കെ നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കുക. കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ അത് പഠിക്കുക. അതാണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അല്ലാതെ ക്ലാസ് റൂമിൽ ഇരുന്നത് കൊണ്ട് മാത്രം പഠിച്ചു പോകാൻ പറ്റാവുന്ന തലകളൊന്നും അല്ല നമ്മുടേത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത്
സെൽഫ് സ്റ്റഡി കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗൈഡൻസും നോട്ട്സും സപ്പോർട്ടും കിട്ടുന്നത്. അത് തലയിൽ കയറ്റി വെച്ച് പഠിച്ച് ഗ്രാസ്പ് ചെയ്തിട്ട് പാഷനബിളി നമ്മളത് പഠിക്കേണ്ടത് എങ്ങനെയാണ്, അത് നമ്മളുടെ റോളാണ്. അതിനാണ് സ്പെസിഫിക് ടൈം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ പഠിച്ചാലും എത്രയും പഠിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മുടെ ലേണിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, റെഗുലർലി ആൻസറിങ് പ്രാക്ടീസ് വരണം. ഞാൻ എപ്പോഴും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ്, PPT വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പേജിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് ഞാൻ അവരെ കൊണ്ട് പലപ്പോഴും പറയിപ്പിക്കും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, മിസ്സാക്കരുത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പെർട്ടൈസും എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ആണ്. അതുപോലെ ആയിരിക്കണം എന്നില്ല എല്ലാ ഫാക്കൽറ്റീസും എല്ലാ ടീച്ചേഴ്സും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു ഓഡിയൻസ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ക്ലാസ് നോട്ടായിട്ട് ഒരു PPT, ഒരു പേജ് അല്ലെങ്കിൽ ഒരു നോട്ട് വായിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ആ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്ത് നോക്കിക്കുക. അപ്പൊ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആകും, കുറച്ചുകൂടെ ഷാർപ്പ് ആകും, കുറച്ചുകൂടെ സ്ട്രോങ് ആകും, നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഓർഡർ കിട്ടുകയും ചെയ്യും. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നെറ്റ് എക്സാമിനേഷന്റെ ഒരു ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ശ്രമിക്കാം കേട്ടോ. ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ റിവിഷൻ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ടൈം മാനേജ്മെന്റ് കാറ്റഗറി വരുന്നതാണ് റിവിഷൻ. നിങ്ങൾ പഠിക്കുന്ന സമയം അതല്ല റിവിഷൻ. റിവിഷൻ ഈസ് സംതിങ് ബിയോണ്ട് അവർ പഠിക്കുന്ന സമയം. ഈ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് പഠിക്കുന്ന സമയം. അത് കഴിഞ്ഞിട്ട് വീണ്ടും റിവൈസ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുണ്ടെങ്കിൽ കാര്യങ്ങൾ സെറ്റാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നിങ്ങൾ ഈ റിവിഷൻ ചെയ്യാനും സോൾവ് ചെയ്യാനും സെൽഫ് സ്റ്റഡിക്കും സ്പെസിഫിക് ടൈമിനും ഇതിനൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾ ക്ലാസ് റൂമിൽ കേട്ടിട്ടുള്ള ഒരു നോട്ട് വെച്ചിട്ട് പഠിച്ചു പോവുകയും പിന്നീട് എക്സാമിനേഷന് ഈ ടോപ്പിക് അല്ലാതെ ഇതിന്റെ അപ്പുറത്തുള്ള വേറെ ടോപ്പിക്കിന് ചോദ്യം വരുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് മതിയായില്ലല്ലോ അങ്ങോട്ട് പോവാം, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വൺ ഓഫ് ദി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നത് എവിടെയാണോ അത് ഡിപ്പെൻഡ് ചെയ്യുക, ചൂസ് ചെയ്യുക. മോർ ഇമ്പോർട്ടൻ്റ്ലി റിസോഴ്സുകൾ ലിമിറ്റ് ചെയ്യുക. ഞാൻ അതുകൊണ്ടാണ് ഹിസ്റ്ററിയുടെ ഒരു കേസ് പറഞ്ഞത്. ഹിസ്റ്ററിയിൽ ആൻഷ്യന്റ് ഇന്ത്യക്ക് വേണ്ടി ക്രിസ്റ്റലിൽ എന്താണോ ക്ലാസ് കൊടുക്കുന്നത് ആ നോട്ട്സ് മാത്രം വെച്ച് പഠിച്ചു പോവുക. അത് നെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്. സിലബസ് വെച്ചിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ അപ്പ് ഇടുന്ന നോട്ട്സ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് തരുന്ന നോട്ട്സ് ആണ്. അതുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ പോയിട്ട് ഉപീന്ദർ സിംഗോ DN ഝായോ RS ശർമ്മയോ അങ്ങനെ കുത്തിരുന്ന് വായിക്കേണ്ട. സ്റ്റഡി ദിസ്. അതാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സമയം അവർ സേവ് ചെയ്ത് തരുന്നുള്ളത്. അപ്പൊ റിസോഴ്സസ് ലിമിറ്റ് ചെയ്യുക. എന്താണ് സ്റ്റഡി മെറ്റീരിയൽ തരുന്നത് അത് ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചു പോവുക. ഇതാണ് ചെയ്യേണ്ട കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 7ാമത്തെ പോയിന്റ്. അതില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. അപ്പൊ ഈ 7 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി സൊല്യൂഷനിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്, എന്നിട്ടേ ഞാൻ ഇനി പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? യെസ് ഓർ നോ? വെയിറ്റിംഗ് ഫോർ എ റെസ്പോൺസ് ഗൈസ്. യാ ഫൈൻ. നോ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്യും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് അഫോർഡബിൾ എല്ലാം തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യും വേണ്ട. പക്ഷെ നിങ്ങൾ ഈ സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ട് നെറ്റ് ക്ലിയർ ചെയ്തിട്ട് വായോ, അതാണ് ഉദ്ദേശം. അപ്പൊ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും കോച്ചിങ് ഇനി ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ബ്രീഫ് ചെയ്ത് തരാൻ വേണ്ടി ക്രിസ്റ്റന്റെ 2 ബാച്ച് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ കൂടുതൽ സമയം ഇവിടെ കളയത്തില്ല. ഒന്ന് ഫുൾ കോഴ്സ് ആണ്, ഫുൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡും. ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഓഫറിൽ ഒരു ബാച്ച് തുടങ്ങിയതിന്റെ പേരാണ് മെന്റർഷിപ്പ് ബാച്ച് എന്നുള്ളത്. ഓക്കെ, മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത് ഫുൾ കോഴ്സ് തമ്മിൽ അതെങ്ങനെ വ്യത്യാസപ്പെടുന്നുള്ളതിന്റെ ഈ ചാർട്ടിൽ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിൽ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ പോയിട്ടുണ്ട്, ഒരു 10 മിനിറ്റ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം സബ്ജക്റ്റിൽ ബേസിക്സ് അറിയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, കൊമേഴ്സ് ആവട്ടെ, മലയാളം ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, നിങ്ങൾക്ക് സബ്ജക്റ്റിൽ അത്യാവശ്യം ബേസിക്സും കാര്യങ്ങളൊക്കെ അറിയാം.
നിങ്ങൾ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയുമായിട്ട് എൻഗേജ്ഡ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന വീഡിയോസ് കണ്ട് പഠിച്ചോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് എങ്കിൽ. മൂന്നാമത്തത്, അതേ സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി സർ എനിക്ക് വലിയ ഫീസൊന്നും താങ്ങാൻ പറ്റുന്ന ആളല്ല, ഇൻസ്റ്റാൾമെന്റ് വഴിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് അടക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബാച്ച് എടുക്കാം. കാരണം മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 500 രൂപ അല്ലെങ്കിൽ 750 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. അതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഡ്യൂറേഷൻ, ലൈവ് സെഷൻസ് ഏതൊക്കെ കിട്ടും, ടെസ്റ്റുകളുണ്ട്, പേപ്പർ 1ന്റെ കാര്യങ്ങൾ എല്ലാത്തിലും കിട്ടുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട്, എക്സ്റ്റൻഷൻ പറ്റുമോ പറ്റില്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡീറ്റെയിൽഡ് ഉള്ള വീഡിയോ അവിടെ ഉണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ ഫീസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ ഫീസ്. ഹിസ്റ്ററി പ്ലസ് പേപ്പർ 1. ഹിസ്റ്ററി മാത്രമല്ല, പേപ്പർ 1 കൂടെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബാച്ചിന്റെ കൂടെ കിട്ടുന്നത് ജസ്റ്റ് 4000 റുപ്പീസാണ്. അതിന്റെ ഫുൾ കോഴ്സിൽ 9,990 അല്ലെങ്കിൽ 10,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അതിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൊമേഴ്സ് പ്ലസ് പേപ്പർ 1 ഇതാണ് പേയ്മെന്റ്. മലയാളം പ്ലസ് പേപ്പർ 1 വളരെ കുറവാണ്. ഇത് നമ്മുടെ മലയാളത്തിന്റെ ടീച്ചർമാർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടി, അതുകൊണ്ടാണ് നമുക്ക് അത്രയും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മലയാളത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ, ഒരു 3 മാസം കൊണ്ട് 500 വെച്ചിട്ട് അടച്ചാൽ മതി. പേപ്പർ 1ലും 4 മാസം കൊണ്ട് 500 വെച്ചിട്ട് 4 മാസം കൊണ്ട് അടച്ചാൽ മതി. അപ്പൊ ഇതിനേക്കാൾ നല്ല ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു UGC നെറ്റ് കോച്ചിങ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. ക്രിസ്റ്റലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിലുള്ള കോഴ്സസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. മുകളിൽ കാണുന്നതൊക്കെ മെന്റർഷിപ്പ് ബാച്ച് ആണ്, താഴെ കാണുന്നതൊക്കെ ഫുൾ ബാച്ച് ആണ്. ആ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഓഫീസും സഹായിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയാണ്. ശ്രദ്ധിക്കുക ഗൈസ്, ക്രിസ്റ്റലിന്റെ യൂട്യൂബ് നിങ്ങൾക്ക് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് UGC നെറ്റ് മലയാളത്തിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യുന്നവർ, കൊമേഴ്സ്, പേപ്പർ 1, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം കുറേ വീഡിയോസ് ഇവിടെ ഉണ്ട്. ഡെമോ ക്ലാസ്സസിനും പഠിക്കണ കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ക്രിസ്റ്റലിന്റെ ക്ലാസ്സസിന്റെ ക്വാളിറ്റി അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. ജസ്റ്റ് വാച്ച് ദീസ് വീഡിയോസ്, നിങ്ങൾ കറസ്പോണ്ടിങ് ഏതാണെന്നുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കോച്ചിങ് വേണോ വേണ്ടെന്നുള്ളത്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്ത നെറ്റ് എക്സാമിനേഷനിൽ നെറ്റ് JRF വേണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? വി ആർ റെഡി ടു സപ്പോർട്ട് യു ആൻഡ് അറ്റ് അഫോർഡബിൾ റേറ്റ്. നിങ്ങൾക്ക് ഫുൾ കോഴ്സ് എടുക്കാം, അഫോർഡബിൾ കോച്ചിങ് എടുക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. അത് നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ക്രൈറ്റീരിയ എപ്പോഴും ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അത്യാവശ്യം ബേസിക്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ കോഴ്സ് എടുക്കാവൂ. അതേ സമയത്ത് മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഡേ ടൈം കുറച്ച് തിരക്കുണ്ട്, അപ്പോൾ ചിലപ്പം സർ റെക്കോർഡിംഗ് ക്ലാസ്സസ് കാണലായിരിക്കും ഏറ്റവും നല്ലത്. ലൈവ് ക്ലാസ്സസിൽ പങ്കെടുക്കാൻ ചിലപ്പം പറ്റിക്കോണമെന്നുണ്ടാവില്ല എന്ന് തോന്നുകയാണ് ഈ മെന്റർഷിപ്പ് ബാച്ച് എടുക്കുക. ലൈവ് ക്ലാസ്സസ് ആണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ കോഴ്സ് എടുക്കുക. പിന്നെ പറഞ്ഞ പോലെ എന്തായിരുന്നു മറ്റൊരു കാര്യം, ഫൈനാൻഷ്യൽ കാര്യം. ഫിനാൻഷ്യലി നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല, അതായത് കുറച്ച് സാമ്പത്തികപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ട് സർ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് മെന്റർഷിപ്പ് ബാച്ച് തുടങ്ങിയത്. അതിന്റെ ഉദ്ദേശം തന്നെ അതാ. ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് മെന്റർഷിപ്പ് ബാച്ച് തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നുണ്ടോ, മെന്റർഷിപ്പ് ബാച്ച് നിങ്ങൾ എടുത്തോ. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റോട് കൂടെ അടക്കാം. ആദ്യം 500 രൂപ അല്ലെങ്കിൽ 750 രൂപ, ഡിപ്പെൻസ് ഓൺ ദ കോഴ്സ്, അത്രേ വരുന്നുള്ളൂ. എന്നിട്ട് 4 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അപ്പൊ പതിയെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഈ ഒരു ഇൻഫർമേഷൻ. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ലേ, പഠിക്കാൻ നല്ല താല്പര്യം പക്ഷെ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അവരിത് എടുത്തോട്ടെ. നമുക്ക് പറ്റുന്ന സപ്പോർട്ടല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതുപോലെ ബേസിക്സ് അത്യാവശ്യം അറിയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പ് ബാച്ച് എടുത്തോ. ഇനി ഇതല്ല, ഫൈനാൻഷ്യലി ഓക്കെ സർ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യം ലൈവ് ക്ലാസ്സസും കാര്യങ്ങളും എല്ലാ പാക്കേജും ഫുള്ളി വേണമെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ കോഴ്സ് എടുത്തോ. ഇത് തമ്മിൽ ഡിഫറൻസ് കൂടുതൽ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, മറ്റേ വീഡിയോ ഫുൾ ഒന്ന് കാണാനും ശ്രമിക്കുക. യൂട്യൂബിലുണ്ട്. ഓക്കെ കേട്ടോ. അഫോർഡബിൾ കോച്ചിങ് ഇൻ കേരള എന്ന് പറയുന്നത് മോസ്റ്റ് അഫോർഡബിൾ കോച്ചിങ് ആണ്. ഇതിനേക്കാൾ അഫോർഡബിൾ ആയിട്ട് വേറെ ആരും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് പോയി ജോയിൻ ചെയ്തോളൂ, നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മൾ എന്തായാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. കൂട്ടത്തിലൊരു കാര്യം കൂടെ, നിങ്ങൾ മാക്സിമം ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ മെന്റർഷിപ്പ് ബാച്ച് ആവട്ടെ, ഫുൾ കോഴ്സ് ആവട്ടെ, ഇതല്ലാതെ ഇതിനേക്കാളും ഒരുപാട് പേയ്മെന്റ് വാങ്ങിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും സെന്റേഴ്സും ഒക്കെ ഉണ്ടാകും. ദാറ്റ്സ് ദെയർ ഓൺ മെത്തേഡ് ഓഫ് പ്രോഗ്രാം. ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യല്ല, മറിച്ച് അതേ സമയത്ത് കുറച്ച് ഫീസ് കുറഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ടാവില്ലേ, ലെറ്റ് ദം കം ഹിയർ, അവരിങ്ങോട്ട് വരട്ടെ. അപ്പൊ അഡ്മിഷന് കുറച്ച് ദിവസം സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. ഈ മന്തോട് കൂടെ മെന്റർഷിപ്പ് ബാച്ച് ഒക്കെ ഫില്ലപ്പ് ആക്കും. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം, ലേറ്റ് ആക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളത്.
ഫുൾ കോഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മലയാളത്തിനും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മലയാളത്തിൽ നമ്മൾ മെന്റർഷിപ്പ് ബാച്ച് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഹിസ്റ്ററി ജസ്റ്റ് ഒരു 4-5 ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ, 4-5 ക്ലാസ് ആയിട്ടുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അടുത്ത ആഴ്ച മുതൽക്ക് ഹിസ്റ്ററിയുടെ ക്ലാസ്സസും കുറച്ചുകൂടെ സ്പീഡപ്പിൽ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ റൈറ്റ് നൗ ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കമന്റ് മീ. ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിൽ നിന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകുക. അവിടെ നിങ്ങളുടെ എക്സാം ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സാം ടൈം അന്നല്ല ആരംഭിക്കുന്നത്, ഇന്ന് മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ഡേ 1 മുതൽക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞു തരേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു സപ്പോർട്ട് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കട്ടെ. ഫുൾ കോഴ്സിനും ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് കേട്ടോ. 3 ഇൻസ്റ്റാൾമെന്റോ 4 ഇൻസ്റ്റാൾമെന്റോ ഉണ്ട്. ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. ഫൈൻ. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇനി ലേറ്റ് ആക്കരുത്. ലേറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും നഷ്ടം നിങ്ങൾക്കേ വരുള്ളൂ. ക്ലിയർ? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ. എൻ്റെ അനുഭവവും എക്സ്പീരിയൻസും നമ്മുടെ സപ്പോർട്ടിങ് മെക്കാനിസം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സാറേ, പേപ്പർ 1 എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് എന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പേപ്പർ 1 യാതൊരു വിധത്തിലും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതേസമയം തന്നെ എന്റെ പഠിച്ചെടുക്കാൻ സബ്ജക്ട് പറ്റാത്തത് അത്യാവശ്യം എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാതെ. ബാസിത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അതെന്താ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതെന്താ അതെന്താന്ന് പറഞ്ഞാല് എനിക്ക് ഞാനിപ്പോ പഠിച്ചു വന്ന കൊമേഴ്സ് എന്ന് പറയുന്ന സംഭവം എനിക്ക് എന്താ ഇപ്പൊ സ്ഥിരമായിട്ട് പഠിക്കുന്നോണ്ടായിരിക്കും ഓർമ്മ നിൽക്കുന്നുണ്ട്. അത് അത് കുറച്ചെങ്കിലും ബാസിത്തിന്റെ പ്രശ്നമല്ല കേട്ടോ. ബാസിത്തെ ഒരുപാടല്ല, എല്ലാവർക്കുള്ള ഒരു പ്രശ്നമാണ് അത്യാവശ്യം. കേട്ടോ. അതെ, ഞാനും സെഷന്റെ ഇടയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ ഇത്രയും കാലം നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് അറിയുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ തെറ്റിക്കും പരീക്ഷയിൽ തോൽക്കുമ്പോൾ. അതേപോലെ പേപ്പർ 1 നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ബാസിത്തെ ഒരു കാര്യം ചെയ്യും, എല്ലാവരും യൂട്യൂബിൽ ദ 5 മേജർ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്, ബേസിക് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കാണുക. അതേപോലെ റീസെന്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ PYQs എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സെഷൻ ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ മാക്സിമം എല്ലാവരും പോയിട്ട് കാണും. കണ്ടിട്ട് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുക. ഈ 2 കാര്യങ്ങളും എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ കോൺഫിഡൻസോടുകൂടി പഠിക്കുക, എനിക്കത് പറ്റുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം പേപ്പർ 1 നമുക്ക് ഇത്ര ടച്ച് ഇല്ലാത്ത സബ്ജക്റ്റ് അല്ലേ. അത് അത്ര വിചാരിച്ചാൽ മതി വാസിത്ത. വേറെ അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് വേണ്ട. ഞാൻ മാത്സിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് മുമ്പ് പറയുകയും ചെയ്തു. നമ്മളൊരു 4-5 ദിവസം മാത്സിന് കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് മാത്സ് നമ്മളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, വഴങ്ങാൻ ശ്രമിക്കുക. കേട്ടോ? ആ രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കൂ. ബാസിത്തിന്റെ ഡൗട്ട് അതാണെന്നും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കൺഫ്യൂഷൻ ഉള്ളത്, നമുക്കിപ്പോ നമ്മളിപ്പോ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു നമ്മൾ കുറെ അധികം എന്താണ് പഴയ ഇതില്, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു പാറ്റേൺ ഇതിന് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുന്നാണ് ഇതിന് ക്വസ്റ്റ്യൻ വരിക. ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്താൽ അടുത്ത ഇയറിലെ പരീക്ഷ നമുക്ക് പാസ്സാവാൻ പറ്റും. പക്ഷെ നെറ്റിന് അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് പോലും എന്റെ സബ്ജക്റ്റിനെ എനിക്ക് ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് അതിൻ്റെ അകത്തെ പരീക്ഷ ഫുള്ള് എനിക്ക് എഴുതാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളൊരു പ്രെഡിക്ഷൻ പോലും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് ഒരു കാര്യം പറയാം. CBT മോഡലിന് ഇടാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഓഫ്ലൈൻ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോഴും അതിന്റെ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 2 ഡിഫറൻസ് ഉണ്ടായിരുന്നു, 2 ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ PYQs നോക്കുന്ന സമയത്ത് പിള്ളേർ ചെയ്യുന്ന ഒരു പരിപാടി എന്താ അറിയോ, ആ ക്വസ്റ്റ്യനും ആൻസർ അങ്ങ് പഠിച്ചു. വൈ ദിസ് ക്വസ്റ്റ്യൻ, ഹൗ ദിസ് ക്വസ്റ്റ്യൻ, ഹൗ വി ക്യാൻ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ,
ആൻഡ് വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് പിള്ളേർ ചിന്തിക്കാറേ ഇല്ല. ക്രിസ്റ്റലില് ഹിസ്റ്ററിയുടെ ഒരു പ്രോഗ്രാമിലുള്ള ഒരു സൂപ്പർ മെത്തേഡാണ് റൗണ്ട് ടേബിൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിലുള്ളതാട്ടോ. ഞാനാണ് അതിൽ ഹെഡ് ചെയ്യാറുള്ളത്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മിനിഞ്ഞാന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിനിഞ്ഞാന്ന്. അതിൽ നമ്മൾ ഡൽഹി സ്ഥലത്തിട്ട് 7 ക്വസ്റ്റ്യൻസ് പിള്ളേരെ കൊണ്ട് ലൈവായിട്ട് ഓൺലൈൻ ഇരുന്നിട്ട് ഇതേപോലെ അങ്ങ് ചെയ്യിപ്പിക്കും. യൂട്യൂബിലുണ്ട് ചില ക്ലാസ്സസ് അതിൻ്റെ മോഡലൊക്കെ. അപ്പോൾ അതിൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് പിള്ളേർ ഇത് ആൻസർ ചെയ്യും. തെറ്റുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് തെറ്റി, ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് വരെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിള്ളേർക്ക് ഒന്നുകൂടി ഇൻസൈറ്റ്ഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനത്തെ ലേണിംഗ് പ്രോസസ്സിലോട്ട് പാസിത്തായാലും എല്ലാവരും നിങ്ങളുടെ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ് സംതിങ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞ പോലെ അക്യുറേറ്റ്, ഷാർപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അങ്ങനെയുണ്ടോ ബാസിത്തെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും വിൽ ബി റെഡി ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് വൺ, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് പ്രാക്ടീസാണ്. ഞാൻ തിയററ്റിക്കലി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പ്രാക്ടീസാണ് അതിൽ വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വെറുതെ നിങ്ങൾക്ക് മോഹങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല നൽകുന്നത്, പ്രാക്ടീസിലൂടെ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ആൻസർ പഠിച്ച് പോവല്ല വേണ്ടത്, മറിച്ച് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇനി ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം എങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അവിടെ നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ടിന്റെ ഗൈഡൻസ് എടുത്തേ പറ്റൂ, സബ്ജക്ട് എക്സ്പേർട്സിന്റെ ഗൈഡൻസ് എടുത്തേ പറ്റൂ. ഹിസ്റ്ററി ഫുൾ കോഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 2 ആഴ്ച ആയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം കുറച്ച് ക്ലാസ്സസ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു 3-4 ക്ലാസ്സസ് കഴിഞ്ഞു. മിഡീവൽ ഇന്ത്യയുടെ ക്ലാസ്സസ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഷ്യന്റ് വി നോട്ട് സ്റ്റാർട്ടഡ് യെറ്റ്, വിൽ ബി സ്റ്റാർട്ടിങ് വെരി സൂൺ. ഇതാണ് അപ്ഡേറ്റ്. ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, 7:30 അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ലൈവ് സെഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ? കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അടുത്ത ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വേറെ ആരും ഒന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല. സം കോമന്റ്സ് കണ്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചാറ്റിൽ പെട്ടെന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് ഇത്ര കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. മാക്സിമം നിങ്ങൾ അത് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഹൗ ടു ക്രാക്ക് ദ JRF in history. I have delivered everything, right? Mufim, are you joining right now only or not? Mufim, Malayali or non-Malayali? Mufim, give me a response. Non-Malayali. So just WhatsApp me, not my number, 8848. 88, I'll be chatting the group. Mufim, just WhatsApp me by saying you are Mufim. I'll be supporting there. Okay. We have something called as Astra for JRF in history in English for non-Malayali students. Have you got it? Yeah, fine. Just message me, okay, in WhatsApp. Fine. So that's all, guys. Yeah, let me wind up. Okay. Oh, sorry. Mufinod സംസാരിച്ചില്ല, കമ്മ്യൂണിക്കേഷൻ പോയി. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. വിത്ത് ഓൾ സപ്പോർട്ട് ഫ്രം ക്രിസ്റ്റൽ ആസ് വെൽ ആസ് മാക്സിമം അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്കുള്ളതാണ് ഈ പ്രോഗ്രാംസും ബെനിഫിറ്റ്സും. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഉള്ളതാണ്. ഷെയർ ചെയ്യാൻ മറക്കരുതേ എന്ന റിക്വസ്റ്റോട് കൂടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു. യു ഓൾ ആർ പാർട്ട് ഓഫ് ക്രിസ്റ്റൽ ഗൈസ്. നിങ്ങളെല്ലാവരും ക്രിസ്റ്റലിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. സന്തോഷങ്ങൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.